പാലക്കാട്, മലപ്പുറം ജില്ലകളിലേക്ക് നേരത്തെയും വൻതോതിൽ സ്ഫോടക വസ്തുക്കൾ എത്തിച്ചതായി സൂചന. പാലക്കാട് സ്ഫോടക വസ്തു ശേഖരം പിടികൂടിയ സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുമ്പോഴാണ് നിർണായക വിവരങ്ങൾ പുറത്തുവരുന്നത്. അതേസമയം കേസിൽ IBയും തമിഴ്നാട് ക്യൂ ബ്രാഞ്ചും വിവരങ്ങൾ ശേഖരിച്ചു വരികയാണ്. ജിജീഷ് കരുണാകരൻ ഒപ്പം ചേരുന്നുണ്ട്. ജിജീഷ്, ഇത് വലിയ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ്. പാലക്കാട്ട് കഴിഞ്ഞ ദിവസം വലിയ സ്ഫോടക വസ്തു ശേഖരം കണ്ടെത്തുന്നു. നോക്കൂ, ഇതൊരു തുടർ പ്രക്രിയയാണെന്ന സംശയമാണ് ഇപ്പോൾ ഉയരുന്നത്. മലപ്പുറത്തും പാലക്കാടും മുൻപ് ഇതുപോലെ സ്ഫോടക വസ്തുക്കൾ എത്തിച്ചിരുന്നു. എന്തിന് എന്ന ചോദ്യം, അതിന് പിന്നാലെയാണോ IB? കൃഷ്ണജ, ആ ഒരു പ്രസക്തമായ ചോദ്യത്തിന് പിന്നിൽ അല്ലെങ്കിൽ ആ ഒരു ദുരൂഹതയുടെ ചുരുളഴിക്കാനുള്ള അന്വേഷണത്തിൽ തന്നെയാണ് വിവിധ രഹസ്യാന്വേഷണ വിഭാഗങ്ങളെല്ലാം തന്നെയുള്ളത്. ഒപ്പം തന്നെ ദേശീയ അന്വേഷണ ഏജൻസി നേരിട്ട് അന്വേഷണം ഏറ്റെടുത്തില്ലെങ്കിൽ കൂടി ഈ ഒരു കേസിൻ്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് പ്രാഥമികമായ വിവരശേഖരണത്തിലേക്ക് അവരും കടന്നിരിക്കുന്നു. കേന്ദ്ര ഇൻ്റലിജൻസ് ബ്യൂറോ വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. സെന്തിൽ കുമാറിനെ കഴിഞ്ഞ ദിവസം ഈ ഒരു ലോറി ഡ്രൈവർ പിടിയിലായിരുന്നു അവിടെ വെച്ച് തന്നെ. അതുകൊണ്ട് ഇയാളെ വിശദമായി ചോദ്യം ചെയ്യുന്ന ഒരു നടപടിയിലേക്ക് കൂടി അന്വേഷണ സംഘങ്ങൾ കടന്നിട്ടുണ്ട്. അത് സംസ്ഥാന പോലീസ് വിഭാഗം മാത്രമല്ല, ഇന്റലിജൻസ് ബ്യൂറോയും ഒപ്പം തന്നെ തമിഴ്നാട് ക്യൂ ബ്രാഞ്ചും ഇയാളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കാരണം ഇത്രയധികം സ്ഫോടക വസ്തുക്കൾ എന്തിന് കേരളത്തിലേക്ക്, പ്രത്യേകിച്ച് മലപ്പുറം, പാലക്കാട് ജില്ലകൾ കേന്ദ്രീകരിച്ച് എത്തിച്ചു എന്നത് തന്നെയാണ് വലിയ തോതിൽ ഭീതി പടർത്തുന്നത്, സംശയങ്ങൾ ജനിപ്പിക്കുന്നത്. കാരണം പാറമടകളിലേക്ക്, കരിങ്കൽ ക്വാറികളിലേക്ക് പാറ പൊട്ടിക്കുന്നതിന് വേണ്ടിയാണ് സ്ഫോടക വസ്തുക്കൾ എത്തിച്ചത് എന്ന മൊഴിയാണ് സെന്തിൽ കുമാർ നൽകിയിരിക്കുന്നത്. എങ്കിൽ അതിനുമപ്പുറം ഇത്ര വലിയ അളവിൽ സ്ഫോടക വസ്തുക്കൾ എത്തിച്ചതിന് മറ്റു പല ലക്ഷ്യങ്ങളുമുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. മാത്രമല്ല, ഒരു തവണ മാത്രമല്ല, നേരത്തെ ചില ഘട്ടങ്ങളിൽ ഇയാൾ പിടിക്കപ്പെട്ടിട്ടുണ്ട്. ആ സമയങ്ങളിലെല്ലാം ഇതുപോലെ തന്നെ അത് പാറമടയിലേക്ക് എത്തിച്ചതാണ്. അവിടെ നിയമവിരുദ്ധമായി നടന്നിട്ടുള്ളത് അനുവാദം വാങ്ങാതെ അല്ലെങ്കിൽ ലൈസൻസ് ഇല്ലാതെ കൊണ്ടുവന്നത് മാത്രമാണ് എന്നത് കണക്കാക്കിക്കൊണ്ട് അതിന് മാത്രം കുറ്റം ചുമത്തിയായിരുന്നു പലപ്പോഴും കേസെടുത്തത് എന്നതുകൊണ്ട് തന്നെ ഈ പ്രതി പലപ്പോഴും വളരെ കുറച്ചു കാലം മാത്രം ശിക്ഷ അനുഭവിക്കുകയും ജയിൽ മോചിതനായി വരികയുമാണ്. വീണ്ടും ഈ കൃത്യത്തിലേക്ക് തന്നെ ഏർപ്പെടുന്നു. എന്നാൽ ആരാണ് ഈ വലിയ അളവിൽ സ്ഫോടക വസ്തുക്കൾ കൊടുത്തു വിടുന്നത്, എന്താണ് ഇവരുടെ ലക്ഷ്യങ്ങൾ എന്നതൊന്നും തന്നെ പരിശോധിക്കാനുള്ള ഒരു അന്വേഷണം നടന്നിരുന്നില്ല. രഹസ്യാന്വേഷണ വിഭാഗങ്ങളെ കൃത്യമായി പോലീസ് സംവിധാനങ്ങൾ ഇക്കാര്യങ്ങൾ അറിയിക്കാറുമുണ്ടായിരുന്നില്ല. കേന്ദ്ര ഇൻ്റലിജൻസ് ബ്യൂറോ സംവിധാനങ്ങളെ ഒന്നും തന്നെ അറിയിക്കാറുമുണ്ടായിരുന്നില്ല. ഇവിടെയാണ് ഈ ഒരു സംഭവത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് അന്വേഷണ സംഘം വിശദമായി അന്വേഷണം നടത്തുന്നത്. പ്രത്യേകിച്ച് നിരവധി ഭീകരവാദ ഗ്രൂപ്പുകളുടെ സ്ലീപ്പർ സെല്ലുകൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ഇൻ്റലിജൻസ് ബ്യൂറോ നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തതാണ്. പല ഭാഗങ്ങളിലും ഇത്തരത്തിലുള്ള സംഘങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്, സ്ലീപ്പർ സെല്ലുകൾ പ്രവർത്തിക്കുന്നുണ്ട്. നിരോധിത ഭീകര സംഘടനകളുടെ ഓരം പറ്റിയാണ് ഇവയുടെ എല്ലാം തന്നെ പ്രവർത്തനങ്ങൾ എന്ന് മനസ്സിലാക്കുകയും ചെയ്തു. അത്തരത്തിലുള്ള ഭീകരവാദ ഗ്രൂപ്പുകൾക്ക് വേണ്ടിയാണോ, അവരുടെ ഏതെങ്കിലും തരത്തിലുള്ള വിധ്വംസക പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണോ ഈ സ്ഫോടക വസ്തുക്കൾ എത്തിച്ചത് എന്ന സംശയം തന്നെയാണ് ബലപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ സെന്തിൽ കുമാറിന് അപ്പുറം ഇവരിലേക്ക് ഈ ഒരു സ്ഫോടക വസ്തുക്കൾ നൽകിയതാരാണ്, തമിഴ്നാട്ടിൽ നിന്ന് ആരാണ് കയറ്റി അയച്ചത്? കാരണം ഇതിൻ്റെ ഒരു രീതിയാണ് കൂടുതൽ സംശയകരമായി മാറുന്നത്. കാരണം പരസ്പരം ആളുകളെ അറിയാതെ ഏതെങ്കിലും തരത്തിൽ ലിങ്ക് ചെയ്യാതെയാണ് ഓരോ ആളുകളെയും ഓരോ ചുമതലകൾ ഏൽപ്പിച്ചത്. എങ്ങനെയാണോ ഭീകരവാദ സംഘടനകൾ സ്ഫോടനങ്ങൾ ആസൂത്രണം ചെയ്യുമ്പോൾ ചെയ്യാറുള്ളത്, അതുപോലെ തന്നെയാണ് സെന്തിൽ കുമാർ പറയുന്നത്. ആർക്കാണ് ഇത് കൈമാറേണ്ടത് എന്ന് തന്നോട് പറഞ്ഞിട്ടില്ല. അവിടെ വാഹനം നിർത്തിയിടാൻ മാത്രമാണ് പറഞ്ഞിരിക്കുന്നത് എന്ന കാര്യമാണ്. പാലക്കാട് നിർത്തിയിടാൻ പറഞ്ഞു. അവിടെ എത്തി നിർത്തിയിടാനുള്ള ഒരു ലക്ഷ്യത്തിലായിരുന്നു താൻ ഉണ്ടായിരുന്നത്. ആരാണ് തനിക്ക് തന്നുവിടുന്നത് എന്നത് സംബന്ധിച്ച് കൃത്യമായി അറിവില്ല. ഒരു സ്ഥലത്ത് നിന്ന് ലോഡ് കയറ്റി തന്നെ അങ്ങോട്ട് കൊണ്ടുപോയില്ല എന്നതടക്കമുള്ള മൊഴികളാണ് ഇയാൾ നൽകിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ആരാണ് ഇത്ര വലിയ സ്ഫോടക വസ്തു ശേഖരം കൊടുത്തുവിട്ടത് എന്ന് അന്വേഷണ സംഘത്തിന് മനസ്സിലാക്കേണ്ടതുണ്ട്. ആർക്കാണ് ഈ സ്ഫോടക വസ്തു ശേഖരം എത്തിക്കേണ്ടത് എന്ന കാര്യത്തിൽ വ്യക്തമായ കാര്യങ്ങൾ വരണം. മാത്രമല്ല, ജലാറ്റിൻ സ്റ്റിക്കുകൾ അടക്കം വലിയ അളവിലുള്ള സ്ഫോടക വസ്തുക്കളാണ് പിടികൂടിയത് എന്നത് ഇതിൻ്റെ ഒരു ദുരൂഹത വർദ്ധിപ്പിക്കുന്നുണ്ട്. 18,000 ജലാറ്റിൻ സ്റ്റിക്കുകളും ഒപ്പം തന്നെ 4,800 ഡിറ്റനേറ്ററുകളുമാണ് പിടിച്ചെടുത്തത് എന്നതുകൊണ്ട് തന്നെ ഇത്ര വലിയ അളവിൽ എന്ന് പറയുമ്പോൾ ഈ രണ്ട് ജില്ലകളിലെ മുഴുവൻ പാറമടകളിലേക്കും ഉപയോഗിക്കാവുന്നതിലധികം വലിയ അളവിലുള്ള സ്ഫോടക വസ്തു ശേഖരങ്ങൾ പിടികൂടിയിട്ടുണ്ട്. സാധാരണ നിലയിൽ ചെറിയ അളവിലുള്ള സ്ഫോടക വസ്തുക്കൾ മാത്രമാണ് ഈ പാറമടകളിലേക്കും കരിങ്കൽ കോറികളിലേക്കും അടക്കം ഉപയോഗിക്കാറുള്ളത് എന്നതുകൊണ്ട് തന്നെ അതൊരു ന്യായീകരണം മാത്രമാണ്, അല്ലെങ്കിൽ ഒരു വിശദീകരണം മാത്രമാണ് എന്നാണ് അന്വേഷണ സംഘം മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ വിശദമായി സെന്തിൽ കുമാറിനെ ചോദ്യം ചെയ്യുന്നു. ഒപ്പം തന്നെ IB അടക്കമുള്ള വിഭാഗങ്ങളും ദേശീയ അന്വേഷണ ഏജൻസിയും വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് തന്നെ കടക്കുകയും ചെയ്തിരിക്കുകയാണ്.